മലദ്വാരത്തിലെ ഫിസ്റ്റുല പലപ്പോഴും പൈൽസായി തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒന്നാണ്. ഫിസ്റ്റുലയെക്കുറിച്ചും അതിനുള്ള നൂതന ചികിത്സാ രീതികളെക്കുറിച്ചും സംസാരിക്കുന്നു ഇന്ത്യയിലെ തന്നെ പ്രശസ്തനായ ലാപ്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ. പൈൽസ് പോലെ തന്നെ വളരെ സാധാരണ ആയിട്ടുള്ള ഒരു മലദ്വാരത്തിലുണ്ടാകുന്ന ഒരു അസുഖമാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഈ ഫിസ്റ്റുല എന്ന് പറയുന്നത് നമ്മളുടെ മലദ്വാരത്തിന് ചുറ്റും ധാരാളം ഗ്രന്ഥികളുണ്ട്. ഈ വേർപ്പുണ്ടാക്കാനായിട്ടുള്ള ഗ്രന്ഥികളും അതേപോലെ ഉള്ളിലേക്കുള്ള സെക്രീഷൻസിലുള്ള ഗ്രന്ഥികളുണ്ട്. ഈ ഗ്രന്ഥികളിൽ ആ ഓട്ട അടയുമ്പോൾ അതിൻ്റെ അകത്ത് സ്രവം വന്ന് കെട്ടി നിൽക്കുകയും അതിൻ്റെ അകത്തുണ്ടാകുന്ന പഴുപ്പ് മൂലമാണ് ഈ ഫിസ്റ്റുല ഒരു ട്രാക്ക് പോലെ രൂപപ്പെടും. അത് നമ്മളുടെ തൊലിപ്പുറത്തുനിന്ന് ഉള്ളിലേക്ക് മലാശയത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു ട്രാക്ക് പോലെ രൂപപ്പെടും. ഇത് അവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ അത് ഇടയ്ക്കിടയ്ക്ക് പഴുക്കും. അങ്ങനെയാണ് നമ്മൾക്ക് വേദനയും അതേപോലെ അവിടെ ചലം ഇങ്ങനെ ഒലിച്ചു വരികയൊക്കെ ചെയ്യുന്നത്. ഇത് രണ്ട് തരത്തിലുള്ള ഈ ഫിസ്റ്റുലയുടെ ട്രാക്ക് ആ ഉള്ളിലേക്കുള്ള ഇൻറ്റേർണൽ ഓപ്പണിംഗ് എന്ന് പറയും. നമ്മളുടെ മലാശയത്തിലുള്ള ഇൻറ്റേർണൽ ഓപ്പണിംഗ് എവിടെയാണെന്നതിനനുസരിച്ചിട്ട് അത് ലോ ഫിസ്റ്റുലയും ഹൈ ഫിസ്റ്റുലയും ഉണ്ട്. ലോ ഫിസ്റ്റുല നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. നമുക്ക് ആ ട്രാക്ക് കംപ്ലീറ്റ് എടുത്ത് കളയാൻ പറ്റും. നമ്മളുടെ ഈ മലം പോകുന്നതിനുള്ള കോണ്ടിനൻസ് നമുക്ക് അതിനുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മൾക്കിത് പരിപൂർണമായിട്ട് ചികിത്സിക്കാൻ പറ്റും. പക്ഷേ ഇതിന് ഇൻറ്റേർണൽ ഓപ്പണിംഗ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ മലം പോകുവാനായിട്ടും അല്ലെങ്കിൽ പിടിച്ചു നിർത്തുവാനുമായിട്ട് ഒരു മസിൽ അവിടെയുണ്ട്, എനോറെക്ടൽ റിംഗ് എന്ന് പറയും. ആ റിങ്ങിൻ്റെ മുകളിലായിരിക്കും ചില ആൾക്കാരുടെ ഇൻറ്റേർണൽ ഓപ്പണിംഗ്. അങ്ങനെ വരുന്ന സമയത്ത് ഇത് ചികിത്സിക്കുവാനായിട്ട് കുറച്ച് പ്രയാസമാണ്. കാരണം ഇത് ചിലപ്പോൾ രണ്ടാമത് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഫിസ്റ്റുല ട്രീറ്റ്മെൻറ്റും ഞാൻ നേരത്തെ ഈ പൈൽസിൻ്റെ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞതുപോലെ തന്നെ വളരെയധികം അഡ്വാൻസ്മെൻറ്റ് ഇതിൻ്റെ അകത്തുണ്ടായിട്ടുണ്ട്. പണ്ടൊക്കെ വളരെയധികം വലിയ മുറിവുകളായിരുന്നു ഈ ഫിസ്റ്റുല ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ അത് മാറി വളരെ ചെറിയ മുറിവുകൾ കൂടി നമ്മൾക്കിത് ചികിത്സിച്ച് ഭേദമാക്കുവാനായിട്ടുള്ള ശസ്ത്രക്രിയ രീതികൾ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതും തീർച്ചയായിട്ടും ഒരു പരിശോധനകളോടി നമ്മൾ ഡോക്ടർ പരിശോധിച്ച് അതിനുശേഷം വേറെ അസുഖങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പാക്കി ക്ലിനിക്കലായിട്ട് ഇത് ഫിസ്റ്റുലയാണെന്ന് മനസ്സിലാക്കിയ ശേഷം ഇതിൻ്റെ സ്കാനിങ് നമ്മൾ ചെയ്യേണ്ടി വരും. MRI സ്കാനിങ് ആണ് സാധാരണ ചെയ്യുക. അപ്പോൾ നമുക്കതൊരു ഫോട്ടോ എടുക്കുന്നത് കൂട്ട് നമുക്ക് കിട്ടും ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ട്രാക്കുകൾ. ചില സമയം ഇത് പുറത്തൊരു ട്രാക്കായിരിക്കും, ഉള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഇത് ഡൈവേർട്ട് ചെയ്യും. 3-4 ട്രാക്കുകൾ കാണും. കോംപ്ലക്സ് ഫിസ്റ്റുല എന്ന് പറയും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് എല്ലാ ഫിസ്റ്റുലയും നമ്മൾ ആ ട്രാക്കുകൾ നമ്മൾ എടുത്തു കളഞ്ഞില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പിന്നെയും ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ സ്കാൻ ചെയ്ത് ഇതും ഒരു ഡേ കെയർ സർജറിയാണ്. സാധാരണ ചെറിയ ഫിസ്റ്റുലകൾ. കോംപ്ലക്സ് ഫിസ്റ്റുലയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കിടത്തി 2-3 ദിവസം ഡ്രസ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടേ വിടാറുള്ളൂ. പക്ഷേ മിക്കവാറും ഉള്ള ഫിസ്റ്റുലകളെല്ലാം ഡേ കെയർ സർജറിയാണ്. രാവിലെ വന്ന് ചെയ്ത് നമുക്ക് പോകുവാനായിട്ട് പറ്റും. നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ സാധാരണ ജോലികളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കും. മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഫോൺ 04933262113. ഇമെയിൽ maulanaBariatric@gmail.com.